നീറ്റ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിച്ച സുപ്രീം കോടതി. വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വിധം ഫലം പ്രസിദ്ധീകരിക്കണം. വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് തെളിഞ്ഞാൽ മാത്രം പുനഃപരീക്ഷ. കേസിൽ തിങ്കളാഴ്ച വാദം തുടരും. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. 3 ജില്ലകളിൽ റെഡ് അലർട്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ. കണ്ണൂരിൽ നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. പാലക്കാട് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞ കുട്ടികൾക്ക് പരിക്ക്. മലപ്പുറത്ത് മണ്ണിടിച്ചിൽ. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ നടപടി. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ടണൽ ശുചീകരിക്കാൻ റെയിൽവേയോട് ആവശ്യപ്പെടും. ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി 4 മരണം. നിരവധി പേർക്ക് പരിക്ക്. പാളം തെറ്റിയത് ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 4 ബോഗികൾ. യോഗി ആദിത്യനാഥ് അപകട സ്ഥലത്തേക്ക്. ഉത്തർപ്രദേശ് ബിജെപി ഘടകത്തിലെ ഭിന്നത അതിരൂക്ഷം. പ്രശ്നപരിഹാരത്തിന് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യത. പാർട്ടി സംസ്ഥാന ഘടകത്തിലും അഴിച്ചുപണിക്ക് നീക്കം. ഒന്നാം ഓർമ്മദിനത്തിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ച് കേരളം. പുതുപ്പള്ളിയിലെ കണമുറിയാത്ത പ്രവാഹം. സമാനതകളില്ലാത്ത നേതാവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യഥാർത്ഥ ജനകീയ നേതാവെന്ന് രാഹുൽ ഗാന്ധി. അനുസ്മരിച്ച് പ്രിയ ശിഷ്യരും സഹപ്രവർത്തകരും. കാണാൻ പോലും പറ്റിയില്ല. കാരണം വീട്ടിൽ വന്നപ്പോൾ ശരിക്കും ഞാൻ കണ്ടു എന്റെ സാറിന്റെ എല്ലാം കാണുമ്പോൾ അദ്ദേഹത്തെ പോലൊരു നേതാവ് കിട്ടാൻ എളുപ്പമല്ല. അദ്ദേഹം ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം ഒരു ആത്മവിശ്വാസമായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു ഏറ്റവും വലിയ ഗുരു. നമ്മുടെ നഷ്ടം രക്ഷകർത്താവ് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടവും വേദനയും ഒക്കെയാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ആരെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിന് മുമ്പും ഏറ്റെടുത്തിട്ടില്ല, അതിന് ശേഷവും ഏറ്റെടുക്കില്ല. ഡോക്ടർ MS വാല്യത്താൻ ആദരാഞ്ജലി. അന്ത്യം മണിപ്പാലിലെ ആശുപത്രിയിൽ. വിടവാങ്ങിയത് രാജ്യത്തെ പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. ജമ്മുകാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ച സൈന്യം. ഏറ്റുമുട്ടൽ കുപ്വാരയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം. വാർത്തയിലേക്ക് വിശദമായി. നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വിധം ഫലം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിച്ച സുപ്രീംകോടതി. വൻതോതിൽ ക്രമക്കേട് നടന്നെന്ന് തെളിഞ്ഞാൽ മാത്രം പുനഃപരീക്ഷ മതിയെന്ന് കോടതി നിരീക്ഷിച്ചു. പട്നയിലും ഹസാരിബാഗിലും ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് ചോർന്നെന്ന് സംശയാതീതമായി തെളിഞ്ഞെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. കേസിൽ തിങ്കളാഴ്ച വാദം തുടരും. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ അതിശക്തമായ വാദപ്രതിവാദങ്ങളാണ് സുപ്രീം കോടതിയിൽ നടന്നത്. വ്യാപക ക്രമക്കേട് നടന്നിട്ടില്ലെന്നും ഏതെങ്കിലും പ്രത്യേക നഗരങ്ങളിലോ പരീക്ഷാ കേന്ദ്രങ്ങളിലോ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്ക് ലഭിച്ചിട്ടില്ലെന്നും സമർത്ഥിക്കാനാണ് സോളിസിറ്റർ ജനറൽ ശ്രമിച്ചത്. എന്നാൽ തെളിവുകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു ഹർജിക്കാരുടെ വാദം. മദ്രാസ് IITയുടെ ഡേറ്റ അനലിറ്റിക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് വ്യാപകമല്ലെന്ന വാദം അപ്രായോഗികമാണെന്ന് ഹർജിക്കാർ വാദിച്ചു. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചതുവരെയുണ്ടായ വീഴ്ചകൾ ഹർജിക്കാരുടെ അഭിഭാഷകൻ അക്കമിട്ട് നിരത്തി. സ്വകാര്യ കൊറിയർ കമ്പനികളെയാണ് ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ചുമതലപ്പെടുത്തിയത്. ഹസാരിബർഗിൽ റിക്ഷയിലാണ് ചോദ്യങ്ങൾ എത്തിച്ചത്. ബാങ്കിൽ എത്തിക്കുന്നതിന് പകരം ഇത് സ്കൂൾ പ്രിൻസിപ്പളിന് കൈമാറി. ഇതിന്റെ തെളിവുകളുണ്ടെന്നും ഹർജിക്കാരുടെ അഭിഭാഷകൻ വാദിച്ചു. പരീക്ഷാ ദിവസം രാവിലെയാണ് ചോദ്യപേപ്പർ ചോർന്നതെന്നും വാദമുയർന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ടെലഗ്രാമിൽ പ്രചരിച്ച വീഡിയോ വ്യാജമാണെന്ന് NTA അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. സിലബസ് 25% വെട്ടിക്കുറച്ചതും മുൻവർഷങ്ങളെക്കാൾ അപേക്ഷകരുടെ എണ്ണം 33% കൂടിയതുമാണ് ഉയർന്ന മാർക്കിന് കാരണമെന്ന് സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി. പരീക്ഷാ കേന്ദ്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പരീക്ഷ എഴുതിയവരുടെ ഫലം പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്നാൽ വിദ്യാർത്ഥികളുടെ പേരുവിവരങ്ങൾ പുറത്തു പോകരുത്. കൌൺസിലിംഗ് സ്റ്റേ ചെയ്യണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചില്ല. കേസിൽ തിങ്കളാഴ്ച ഉച്ചയോടെ അന്തിമവിധി ഉണ്ടായേക്കും. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്.
കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകി. കോട്ടയം മുതൽ കോഴിക്കോട് വരെ ഓറഞ്ച് അലർട്ടാണ്. കർണാടക വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായതോടെ കണ്ണൂർ ന്യൂച്ചിയാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. വട്ട്യാംതോട് പാലം വെള്ളത്തിനടിയിലായി. മണിക്കടവ് ടൗണിൽ കടകളിലും വെള്ളം കയറി. ചപ്പാത്തും വെള്ളത്തിനടിയിലായി. അമ്പായത്തോട് പാൽച്ചുരം വഴി രാത്രികാല ഗതാഗതം നിരോധിച്ചു. പറശ്ശിനിക്കടവിലെ ബോട്ട് സർവീസുകൾ നിർത്തിവെച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ റോഡിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. ജുമാ മസ്ജിദിന്റെ മതിലാണ് ഇടിഞ്ഞത്. വഴിയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ ഓടിമാറിയതിനാൽ ദുരന്തമൊഴിവായി. ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് ശക്തമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലായി. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മൊഗ്രാൽ, അതുപോലെ തന്നെ മധുവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. ഈ പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലകളിലും മണ്ണിടിച്ചൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലകളിലുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിലും അതുപോലെ തന്നെ ശക്തമായി വീശിയടിച്ച കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായി. അതായത് മരങ്ങൾ കടപൊഴുകി വീടിന് മുകളിൽ വീണും മറ്റുമാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഏതായാലും ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ആരും തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടില്ല. അതേസമയം പലരും ബന്ധു വീടുകളിലേക്കാണ് മാറിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രത ഈ പ്രദേശങ്ങളിലുള്ളവർ പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഉയർന്ന തിരമാല സാധ്യതയാണ് ഈ പ്രദേശങ്ങളിൽ പ്രവചനം. മാത്രമല്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കോട്ടിക്കുളം കടപ്പുറമൊക്കെ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നു. നിരവധി വീടുകൾ കടലെടുത്ത പ്രദേശം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിരവധി വീടുകൾക്ക് ഇവിടെ ഇത്തരത്തിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലകളിലുള്ളവർക്കാണ് പ്രധാനമായും ഈ ബന്ധുവീടുകളിലേക്കോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ മാറി താമസിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ജില്ലയിലെ വൈദ്യുതി ബന്ധം ഇപ്പോഴും താറുമാറായ സാഹചര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ശക്തമായ കാറ്റിൽ നിരവധി ഇടങ്ങളിൽ ഇലക്ട്രിക് പോസ്റ്റ് നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പല സ്ഥലങ്ങളും ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. എന്തായാലും അടിയന്തിരമായി ഇത്തരത്തിലുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ വൈദ്യുതി വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ട്. ഒപ്പം നാളെയും അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തമായി വീശിയ കാറ്റിന് സാധ്യത ഉണ്ടെന്ന മുന്നറിയിപ്പുണ്ട്. ഏതായാലും മംഗളൂരുവിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും വെള്ളം കയറിയ അവസ്ഥ തന്നെയാണ്. തീരപ്രദേശത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം മംഗളൂരുവിലും നൽകിയിട്ടുണ്ട്. ശക്തമായി കാറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശങ്ങളിലും നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വടക്കൻ കേരളത്തിലും കാണാൻ സാധിക്കുന്നത്. കെ വി ബൈജുവിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. എന്തായാലും മഴ തുടരുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ശക്തമായ മഴയെ തുടർന്ന് കോഴിക്കോട് സംസ്ഥാന പാതയോരത്ത് കുന്നിടിച്ചിൽ. എടവണ്ണ കൊയിലാണ്ടി പാതയിൽ കാരശ്ശേരിയിൽ പെട്രോൾ പമ്പിനായി മണ്ണെടുത്ത കുന്നാണ് ഇടിഞ്ഞത്. പ്രദേശത്ത് ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്.
കോഴിക്കോട് പുഴകളും കരകവിഞ്ഞൊഴുകുന്നു. ജല അതോറിറ്റിയുടെ ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിയായ വിഷ്ണുമംഗലം ബണ്ട് നിറഞ്ഞു കവിഞ്ഞു. സമീപത്തെ ചെറുതോടുകളിൽ വെള്ളം പൊങ്ങി വീടുകളിൽ വെള്ളം കയറി. ജാതിയേരി ചെറുമോത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. ജില്ലയുടെ കിഴക്കൻ മലയോരത്തും കനത്ത കാറ്റും മഴയും അനുഭവപ്പെടുന്നു. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി, മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു. ശക്തമായ മഴയിൽ കോഴിക്കോട് കല്ലാച്ചിയിൽ വീട് തകർന്നു. ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിസരത്തെ കക്കൂഴിപ്പറമ്പത്ത് നാണുവിന്റെ വീടാണ് തകർന്നു വീണത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് അപകടമുണ്ടായത്. വീട് തകരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാണുവിന്റെ മകൻ ബഹളം വയ്ക്കുകയും വീട്ടുകാരോട് ഇറങ്ങി ഓടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് അപകടം ഒഴിവാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ റോഡിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. ജുമാ മസ്ജിദിന്റെ മതിലാണ് ഇടിഞ്ഞത്. വഴിയാത്രക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾ ഓടി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വാഹനങ്ങൾ അതുവഴി കടന്നു വരാതിരുന്നതും അപകടം ഒഴിവാക്കി. മലപ്പുറത്ത് ശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായി. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൂട്ടിലങ്ങാടി കാടാമ്പുഴ റോഡിൽ പഴമണ്ണൂരാണ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രികന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണുവെങ്കിലും യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എറണാകുളം ജില്ലയിൽ ഇടവിട്ട് മഴ പെയ്യുകയാണ്. നഗരത്തിൽ കാര്യമായ വെള്ളക്കെട്ടില്ല. ഭൂതത്താൻകെട്ട്, മലങ്കര ഡാമുകൾ തുറന്നതോടെ പെരിയാറിലെ നീരൊഴുക്ക് ശക്തമാണ്. ജില്ലയിൽ 71 വീടുകൾ ഇതുവരെ ഭാഗികമായി തകർന്നു. ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതുവരെ തുറന്നിട്ടില്ല. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. എറണാകുളം ജില്ലയിൽ മഴ ഇടയ്ക്കുള്ള ഒരു ഇടവേളകൾ കാര്യമായ രീതിയിൽ തന്നെ വരുന്നതുകൊണ്ട് ഒരു രൂക്ഷമായ വെള്ളക്കെട്ടിലേക്കോ കാര്യങ്ങളിലേക്കോ പോയിട്ടില്ല. പക്ഷേ മഴ കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മഴക്കെടുതികൾക്ക് അതുകൊണ്ട് യാതൊരു കുറവുമില്ല എന്ന് പറയേണ്ടി വരുന്നു. പലയിടത്തും തന്നെയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാം, മണ്ണിടിച്ചതെല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ആലുവയിലാണുള്ളത്. ആലുവ ക്ഷേത്ര പരിസരത്താണ്, പെരിയാറിൻ്റെ തീരമാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്നേക്ക് വരുമ്പോഴേക്കും വെള്ളത്തിൻ്റെ നീരൊഴുക്കിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെ, അതായത് ഈ ജലനിരപ്പിൽ ജലവിധാനത്തിൽ കുറച്ച് കുറവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. സാധാരണ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേത്ര പരിസരം പൂർണ്ണമായും തന്നെ മുങ്ങുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അതിന് കുറച്ചധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ട്. എങ്കിൽ കൂടിയും പെരിയാറിൻ്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരികയാണെങ്കിൽ സാധാരണ ഈ കർക്കിടക ബാഹുബലിക്ക് വലിയ രീതിയിൽ ഇവിടെ ബലിതർപ്പണത്തിനുള്ള തറകൾ ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തീരത്തുനിന്ന് മാറിയപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഈ ഭാഗത്ത് കണ്ട് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് എത്തുന്നവർക്ക് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് പെരിയാറിൻ്റെ ഏലൂർ മേഖലകളിലേക്ക് അടക്കം വരുമ്പോൾ അതിൻ്റെ തീരങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏലൂർ അടക്കമുള്ള ചില ഇടങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ രീതിയിൽ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് അടക്കം മാറിയിട്ടില്ല. പ്രധാനമായും നീരൊഴുക്കിന് കാരണം കിഴക്കൻ മേഖലകളിലെ മഴയും അതോടൊപ്പം തന്നെ ഭൂതത്താൻ അണക്കെട്ട്, ഇടമലയാർ അണക്കെട്ട് തുടങ്ങിയവയുടെ ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്തിവെച്ച ഒരു സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ടാണ് കൂടുതൽ നീരൊഴുക്കിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ പറവൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിരുന്നു. കുറ്റിക്കാട്ടുകര ഗവൺമെൻറ് സ്കൂളിൽ തുടങ്ങിയിരുന്ന 54 പേര് ആ ക്യാമ്പിലുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ ഒഴുക്കും അതോടൊപ്പം തന്നെ പലയിടത്തും വെള്ളം ഇറങ്ങിയത് മൂലം ക്യാമ്പ് ഇന്നലെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിൽ ക്യാമ്പുകൾ തുടങ്ങേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ജില്ലയിൽ 71 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലാണ്.
ഇവിടെ പള്ളിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയിലടക്കം നിലവിലത്തെ ഒരു സാഹചര്യം മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകിയിട്ടുണ്ട്. എറണാകുളത്ത് കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കടലാക്രമണ ഭീഷണിയുള്ള തീരദേശ മേഖലകളിൽ കടൽ ഉയരാനുള്ളൊരു സാധ്യത, തിരമാലകൾ ഉയരാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒരു ജാഗ്രതാ നിർദ്ദേശം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. കൊച്ചി നഗരത്തിനകത്ത് ഇതുവരെയും വെള്ളക്കെട്ട് കാര്യമായ രീതിയിലേക്ക് ബാധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. പാലക്കാട് സ്കൂൾ ബസ് തോട്ടിലേക്ക് മറിഞ്ഞു. കുട്ടികൾക്ക് നിസ്സാര പരിക്ക്. ആലത്തൂരിലാണ് സ്കൂൾ ബസ് മറിഞ്ഞത്. ASMM സ്കൂൾ ബസ്സാണ് മറിഞ്ഞത്. 20 കുട്ടികൾ വാഹനത്തിലുണ്ടായിരുന്നു. വിനേഷ് കുമാർ ഉണ്ട് വിവരങ്ങളുമായി. വിനേഷ്, 20 കുട്ടികൾ വാഹനത്തിലുള്ളപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. എങ്ങനെയായിരുന്നു അപകടം? കുട്ടികളുടെ ആരോഗ്യനില സംബന്ധിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? രേണുക, ആലത്തൂർ കാട്ടുശ്ശേരിയിലാണ് സംഭവം. അതായത് സ്കൂൾ കഴിഞ്ഞ് സ്കൂൾ വിട്ട ശേഷം കുട്ടികളെ കൊണ്ടുപോകുന്ന ബസ്സാണ് ഇവിടെ കനാലുണ്ട്, ആ കനാലിലേക്ക് മറിയുകയായിരുന്നു. പക്ഷേ 20 കുട്ടികൾ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായ പരിക്കുകളില്ല. നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ കുട്ടികളെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. ജില്ലയിൽ പലയിടത്തും കനത്ത മഴ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ കൂടുതലാണ്. പാലക്കാട് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് കനാലുകളും കൂടുതലാണ്. ഈ കനാലിനോട് ചേർന്നുള്ള റോഡിൽ നിന്നാണ് ഈ ബസ് നിയന്ത്രണം വിട്ടതോ മണ്ണിടിഞ്ഞതോ മറ്റോ ആണ്. പിന്നെ വണ്ടി പാസ് ചെയ്ത് പോകുന്നതിനിടയിൽ ഈ ഇടിഞ്ഞു പോയതോ മറ്റോ ആണ്. എന്തായാലും ലക്ഷ്യം തെറ്റി ഈ ബസ്, സ്കൂൾ ബസ് കനാലിലേക്ക് പോവായിരുന്നു. ASMM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണിത്. എന്തായാലും അധികൃതരുമായി നമ്മളിപ്പോൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന കുട്ടികൾക്ക് പരിക്കുകളില്ല, നിസ്സാര പരിക്കുകൾ മാത്രമാണ് ഉള്ളത്. എന്തായാലും കുട്ടികൾ അവർ ഭയപ്പാടിലാണ്. കാരണം സ്കൂൾ ഇപ്പോൾ അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നതുമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളും വലിയ ആശങ്കയിലായിരുന്നു. എന്തായാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതരും പറയുന്നത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ ഗ്യാപ് റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ നിരോധനം മറികടന്നു പോയ സ്കൂൾ ബസ് തടഞ്ഞ പോലീസ്. ഡ്രൈവർക്ക് താക്കീത് നൽകി. മേഖലയിൽ കർശന ജാഗ്രത പുലർത്താനും ദേവികുളം സബ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. ഇടുക്കി അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകുട്ടിക്ക് സമീപം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മൺതിട്ടയിൽ നിന്ന മരവും വീണതോടെ 1 മണിക്കൂറിലധികം ഗതാഗത തടസ്സമുണ്ടായി. അടിമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമം തുടരുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും കൊട്ടാരക്കരയിൽ 9 വീടുകൾ പൂർണ്ണമായും നശിച്ചു. കുളക്കട, കലയപുരം പ്രദേശങ്ങളിലാണ് നാശനഷ്ടങ്ങളുണ്ടായത്. മണ്ണിടിച്ചിലും പ്രകൃതിക്ഷോഭവും കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ടി കുന്നിയോറ മലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. മലയുടെ ഇരുഭാഗത്തുമുള്ള 50ഓളം കുടുംബങ്ങളാണ് അപകട ഭീതിയിലുള്ളത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നുപോകുന്ന സ്ഥലമാണ് ഇത്. കുന്നിയോറ മലയെ നെടുകെ പിളർന്നാണ് നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് കടന്നുപോകുന്നത്. നിർമ്മാണ പ്രവൃത്തിക്കിടെ പലതവണ കുന്നിടിച്ചിലുണ്ടായി. ജില്ലാ കളക്ടർ ഇടപെട്ട് ദേശീയപാത അധികൃതരോട് പ്രവൃത്തി നിർത്തിവെക്കാനും ഉന്നത സംഘത്തെ പഠനത്തിനായും നിയോഗിക്കുകയും ചെയ്തു. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ വീണ്ടും നിർമ്മാണം ആരംഭിച്ചപ്പോഴും ഉയർന്ന ഭാഗങ്ങളിലെ മണ്ണിടിയാൻ തുടങ്ങി. ഭയങ്കര മണ്ണിടിഞ്ഞ് ഇതാകുന്നതിനെ കൊണ്ട് ഉറങ്ങലൊന്നുമില്ല. രാത്രി പേടിയാണ്. ഇവിടെ ഇരുടാണ്. മണ്ണിടിച്ചല്ലോ അവരോട് എത്ര പറഞ്ഞിട്ട് മണ്ണ് എടുക്കാൻ നീക്കും ഒന്നും ചെയ്യുന്നില്ല. പിന്നെ വെള്ളം റോഡുമില്ല, വെള്ളമൊക്കെ ഇങ്ങോട്ട് ഇനി ഞങ്ങളെ പറമ്പിൽ കൂടി മുറ്റത്ത് ചെയ്യാൻ വരെ പറ്റുന്നില്ല. സ്കൂളിൽ പോകാനും എല്ലാത്തിനും വലിയ ബുദ്ധിമുട്ടാണ്. മണ്ണിങ്ങനെ ദിവസം ഇടിഞ്ഞുകൊണ്ട് രാത്രി കാലങ്ങളും പകലും ഞങ്ങളെ എവിടെയും പോകാണ്ട് ഇങ്ങനെ ഇരിക്കുക പേടിച്ചിട്ടല്ലേ. 50ലധികം കുടുംബങ്ങളാണ് കുന്നിനോട് ചേർന്ന് താമസിച്ചു വരുന്നത്. മണ്ണിടിച്ചിലിന്റെ ഭാഗമായി വീടുകൾ പലതും അപകട ഭീഷണിയിലാണ്. സോയിൽ പൈലിംഗ് നടത്തിയപ്പോൾ ചില വീടുകളിൽ ചുമരുകൾക്ക് വിള്ളലുണ്ടായി. കുഴൽക്കിണറുകൾ തകർന്നു. ദേശീയപാതയ്ക്ക് ഇവിടെ സർവീസ് റോഡ് നിലവിൽ ഇല്ല. ഞങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്ത റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഇടിച്ചിൽ കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു 11 മീറ്റർ കമ്പി കയറ്റിയിട്ട് വീടിനൊക്കെ വിള്ളലും
കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് പേടി അവിടെ നിൽക്കാൻ. അത്രയും വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഒരു നടന്നു പോകാൻ പോലും ഉപകാരമില്ലാത്തൊരു റോഡാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു ആംബുലൻസ് ഒരു രോഗികളെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണം എന്നുള്ള ലെവലിൽ ഒരു ആംബുലൻസ് വരാനുള്ള ഒരു ഇത് തരണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു തന്നത് നടന്നു പോകാനും പോലും പറ്റാത്തൊരു റോഡാണ് ഞങ്ങൾക്ക് തന്നത്. ഇങ്ങനെ ഒരു ദുരിതം ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ മക്കളെയും കൊണ്ട് എങ്ങനെയോ ആണ് ഇവിടെ നിൽക്കുന്നത്. ദേശീയപാതയ്ക്ക് മാത്രമാണ് ഇവിടെ റോഡ് അക്വയർ ചെയ്തത്. കുന്നിയൂറമലയെ കീറിമുറിച്ചതിലെ അപാകതയാണ് മണ്ണിടിച്ചിൽ ഉണ്ടാക്കിയതെന്ന് പ്രദേശവാസികൾ പറയുന്നു. താമസക്കാർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകി സ്ഥലം ഏറ്റെടുക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊയിലാണ്ടി. കൊച്ചി മെട്രോ ട്രാക്കിലേക്ക് ഫ്ലെക്സ് ബോർഡും ടാർപോളിനും വീണ് 15 മിനിറ്റ് ഗതാഗതം തടസ്സപ്പെട്ടു. കനത്ത മഴയിലും കാറ്റിലും ഫ്ലെക്സും ടാർപോളിനും മെട്രോ റെയിലിന് കുറുകെ വീഴുകയായിരുന്നു. എറണാകുളം സൌത്തിനും കടവന്ത്രയ്ക്കും ഇടയിലാണ് രാവിലെ സംഭവം. ഇതോടെ ഇതുവഴി 2 ഭാഗത്തേക്കുമുള്ള ട്രെയിൻ സർവീസ് 15 മിനിറ്റോളം നിർത്തിവെച്ചു. കലൂർ മെട്രോ സ്റ്റേഷനും ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷനും ഇടയിലാണ് ട്രാക്കിലേക്ക് ഫ്ലെക്സ് ബോർഡ് മറിഞ്ഞു വീണത്. ഇതോടെ ഈ റൂട്ടിലും ഗതാഗതം നിർത്തിവെച്ചു. തടസ്സങ്ങൾ മാറ്റിയ ശേഷം സർവീസ് പുനരാരംഭിച്ചു. തലസ്ഥാനത്തെ നരകമാക്കുന്നതാര്? തലസ്ഥാനത്തെ മാലിന്യപ്രശ്നം പരിഹരിക്കാൻ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കാൻ തീരുമാനം. മാലിന്യ നീക്കം സുഗമമാക്കാൻ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പുകൾ പ്രയോജനപ്പെടുത്തും. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ സബ് കളക്ടറെ സ്പെഷ്യൽ ഓഫീസറായി നിയോഗിക്കാനും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ടണൽ ശുചീകരിക്കാനും ജോയിയുടെ അമ്മയ്ക്ക് ധനസഹായം നൽകാനും റെയിൽവേയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. റെയിൽവേ ടണലിലെ മാലിന്യ പ്രശ്നത്തിന് തർക്കം പരിഹരിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം. ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെ നഗരത്തിലെ ചെറുതോടുകൾ പൂർണ്ണമായും ശുചീകരിക്കാൻ യോഗത്തിൽ തീരുമാനമായി. റെയിൽവേ ടണൽ ശുചീകരിക്കാൻ ബണ്ട് കെട്ടി വെള്ളം വറ്റിക്കാമെന്ന് റെയിൽവേ ഉറപ്പുകൊടുത്തു. കനാലിനുള്ളിലെ മാലിന്യ നീക്കത്തിന് ചുമതല ഇറിഗേഷൻ വകുപ്പ് ഏറ്റെടുക്കണമെന്നും ആവശ്യമുണ്ടായി. നഗരസഭ, റെയിൽവേ, മേജർ ഇറിഗേഷൻ വകുപ്പുകൾ സംയുക്തമായി മാലിന്യ നീക്ക നടപടികൾ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. ആമയിഴഞ്ചാന്റെ കരകളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. പൊതുനിരത്തിലും ജലാശയങ്ങളിലും മാലിന്യം നിക്ഷേപിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും. എല്ലാ ദിവസവും ശാസ്ത്രീയമായി മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ റെയിൽവേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ട്രെയിനുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യവും യഥാസമയം സംസ്കരിക്കണം. മാലിന്യ നീക്കത്തിന് റെയിൽവേ സർക്കാരിന്റെ പിന്തുണ തേടി. തോടിന്റെ ഇരുഭാഗത്തെയും ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കും. 2000 മീറ്ററിൽ പുതുതായി വേലി സ്ഥാപിക്കും. രാജാജിനഗറിലെ ഖരമാലിന്യ സംസ്കാരത്തിനുള്ള പദ്ധതിയും ഉടൻ ആരംഭിക്കും. KSRTC ഡിപ്പോയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തള്ളുന്നത് അവസാനിപ്പിക്കും. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് തടയാൻ പോലീസും ശക്തമായി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതിന് പലപ്പോഴും ഗുണ്ടാസംഘങ്ങളുടെ പിന്തുണയുണ്ട്. അതുകൊണ്ടാണ് പോലീസിന്റെ ഇടപെടൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. ജോയിയുടെ അമ്മയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിൽ മേലധികാരികളോട് ചോദിച്ചിട്ട് തീരുമാനമറിയിക്കാമെന്ന് റെയിൽവേ ഡിവിഷണൽ മാനേജർ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ആമയിഴഞ്ചാൻ തോട് വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടത്തിലേക്ക് BJP നടത്തിയ മാർച്ചിൽ സംഘർഷം. ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിന് ഉത്തരവാദി സർക്കാരും കോർപ്പറേഷനുമാണെന്നാണ് BJPയുടെ ആരോപണം. ആമയിഴഞ്ചാൻ തോട്ടിൽ ജോയിക്കായുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത അഗ്നിശമന സേനാംഗങ്ങൾക്ക് ആദരം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ് ആദരവ് നൽകിയത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ നിലയത്തിലായിരുന്നു ആദരം. തിരുവനന്തപുരം മേയർ, ഡെപ്യൂട്ടി മേയർ, സെക്രട്ടറി, മറ്റു വാർഡ് കൌൺസിലർമാർ, വകുപ്പ് മേധാവി പത്മകുമാർ IPS, ഡയറക്ടർ ടെക്നിക്കൽ നൌഷാദ്, സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ഉത്തർപ്രദേശ് ബി.ജെ.പി. ഘടകത്തിൽ ഭിന്നതയെന്ന വാർത്തകൾക്കിടെ യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ സാധ്യതയെന്ന റിപ്പോർട്ട്. പാർട്ടി സംസ്ഥാന ഘടകത്തിലും അഴിച്ചുപണികൾ ഉണ്ടായേക്കും. യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട്. ഇതാണ് മാറ്റങ്ങൾക്ക് കേന്ദ്ര നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നതെന്നാണ് സൂചന. സംസ്ഥാനത്തെ 10 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും പുനഃസംഘടന. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സീറ്റ് 33ലേക്ക് ചുരുങ്ങിയിരുന്നു. ജമ്മുകാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സേന വധിച്ചു. കുപ്വാര ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ആഴ്ചകളായി ജമ്മു മേഖലയിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ജമ്മുകാശ്മീരിലെ സുരക്ഷാ സേന അതീവ ജാഗ്രതയിലാണ്. യുപിയിലെ ഗോണ്ടയിൽ ട്രെയിൻ പാളം തെറ്റി വൻ അപകടം. 4 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ചണ്ഡീഗഡ് ദിബ്രുഗഡ് എക്സ്പ്രസിന്റെ 4 ബോഗികളാണ് പാളം തെറ്റിയത്. യുപിയിലെ ജിലാഹി റെയിൽവേ സ്റ്റേഷനും ഗോസായി ദിഹ്വയ്ക്കും ഇടയിൽ ഉച്ചയ്ക്ക് ശേഷം 2:40ഓടെയാണ് അപകടമുണ്ടായത്. റെയിൽവേയുടെ മെഡിക്കൽ വാൻ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങി. അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. ഇടവേള. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ എല്ലാം വെള്ളക്കെട്ടിലാണ്. പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ്. പ്രധാനമായും മഞ്ചേശ്വരം, കുമ്പള, മൊഗ്രാൽ, അതുപോലെ തന്നെ മധുവാഹിനി, കാര്യങ്കോട് തുടങ്ങിയ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞു. श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमताम् राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोस्तुते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിന പന്തികന്ധര മുഖരാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം പങ്ക്തികന്ധരമുഖ രാക്ഷസവീരന്മാരാൽ സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ട് ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയിച്ചാൽ വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ
നാഥനോട് നീവ ചെന്നു വേദനം ചെയ്യുകയെന്നേ മറ്റൊരു വഴിയില്ല. സാരസോത്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂഖഖേദം തമേമ കൂട്ടിക്കൊണ്ടങ്ങു പോയി. ക്ഷീരസാഗര തീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി. പുരുഷ സൂക്തം കൊണ്ട് ദേവനെ സേവിച്ചിരുന്നിടിനാൻ വഴി പോലെ. അന്നേരം ഒരു 10,000 ആദിത്യന്മാർ ഒന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കമ്പോടു കാണായി വന്നു. പത്മലോചനായ പത്മനാഭനെ മോദാൽ മുക്തന്മാരായുള്ളൊരു സിദ്ധയോഗികളാലും ദുർദശന്മാരായ ഭഗവത് രൂപം മനോഹിതം ചന്ദ്രികാമന്ദസ്മിത സുന്ദരാനന പൂർണ്ണ ചന്ദ്രമണ്ഡലം അരവിന്ദലോചനം ദേവം ഇന്ദ്രനീലാഭം പരമിന്ദിര മനോഹരം മന്ദീരവക്ഷസ്ഥലം വന്ദ്യമാനന്ദോദയം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ജനനായകൻ വിട്ടുപിരിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ വിപുലമായ പരിപാടികളാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പുതുപ്പള്ളിയിൽ നടന്നത്. നടക്കൂല, ഇന്ന് കാണാൻ പോലും പറ്റിയില്ല. കാരണം വീട്ടിൽ വന്നപ്പം ശരിക്കും ഞാൻ കണ്ടു എന്റെ സാറിന്റെ. പ്രിയപ്പെട്ട നേതാവ് വിട്ടുപിരിഞ്ഞ് 1 ആണ്ട് പൂർത്തിയായെങ്കിലും ആ ഖബറിടം ഇന്നും ജനക്കൂട്ടത്തിന് നടുവിലാണ്. അദൃശ്യ സാന്നിധ്യമായി ഉമ്മൻചാണ്ടി ഇന്നും ജനങ്ങൾക്കൊപ്പമുണ്ട്. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഖബറിടത്തിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. കോട്ടയം ഭദ്രാസനാധിപൻ ഉൾപ്പെടെയുള്ള വൈദികർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും രാഷ്ട്രീയ, മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രിയും കേരളം കണ്ട ഏറ്റവും ജനകീയ നേതാവും ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിജിയുടെ 1ാം ഓർമ്മ ദിനം ആണ് ഇന്ന്. ജനങ്ങൾ ആകട്ടെ അദ്ദേഹത്തെ സ്വന്തം കുഞ്ഞുഞ്ഞെ I hope I have not done great injustice to the pronunciation. I karuti സ്നേഹിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ ഉമ്മൻചാണ്ടിക്ക് സർക്കാർ വേണ്ടത്ര പരിഗണന നൽകാത്തതിൽ കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും
പരിഭവം മറച്ചുവെക്കാൻ മടിച്ചില്ല. ഞാൻ വിഴിഞ്ഞാട് ദുഃഖപുത്രിയാന്ന് പറഞ്ഞതിന്റെ കാര്യം എനിക്ക് ഒരുപാട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പ്രഷറിനെ കുറിച്ച് ഭാര്യയായി എനിക്കറിയാവുന്ന എൻ്റെ മക്കൾക്ക് അറിയത്തില്ല. അത് എനിക്ക് ഞാൻ എന്തുമാത്രം സമയം അതിനുവേണ്ടി അതിൻ്റെ കൂടെ ആരോപണം കൂടെ 6000 കോടി മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞില്ല ഉമ്മൻചാണ്ടി. ഇപ്പോൾ കണ്ടത് 6000 കോടി വീട് പോലും വെക്കാത്തൊരു ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് 6000 കോടി പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ വികസനം നേട്ടങ്ങൾ കേരളത്തിന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നൽകിയ സംഭാവനകൾ ചരിത്രമുള്ളിടത്തോളം കാലം നിലനിൽക്കുന്നുണ്ട്. അത് കൊച്ചി മെട്രോ ആയാലും, അത് കണ്ണൂർ വിമാനത്താവളമായാലും, വിഴിഞ്ഞം പോർട്ടായാലും, അങ്ങനെ തുടങ്ങിയ നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകളായാലും ഒക്കെ ചരിത്രമുള്ളിടത്തോളം കാലം നിൽക്കും. ഇത് നമസ്കരിക്കാനായി ശ്രമിക്കുന്നവർ ജനങ്ങളുടെ മുന്നിൽ സ്വയം അപഹാസ്യരാവുക മാത്രമേ. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ ഉദ്ഘാടനവും നടന്നു. വിദ്യാഭ്യാസ, ചികിത്സ, ഭവന നിർമ്മാണ സഹായ പദ്ധതികൾക്കും ഫൗണ്ടേഷന് കീഴിൽ തുടക്കം കുറിച്ചു. KPCCയുടെ നേതൃത്വത്തിലുള്ള അനുസ്മരണ പരിപാടിയും കോട്ടയത്ത് നടന്നു. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഒന്നാം ഓർമ്മദിനത്തിൽ ഉമ്മൻചാണ്ടിയെ ഓർത്ത് യുവ നേതാക്കളും നാട്ടുകാരും. പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ നഷ്ടം രക്ഷകർത്താവ് ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ഒരു നഷ്ടവും വേദനയും ഒക്കെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോയപ്പോൾ പോലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും വരുമ്പോഴോ നമ്മളിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, ഈ ആളോട് എങ്ങനെയായിരിക്കും ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിയാൽ സാർ എങ്ങനെയായിരിക്കും അതിനെ സമീപിക്കുന്നത്, എങ്ങനെയായിരിക്കും അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയായിരിക്കണം നമ്മളും ചെയ്യേണ്ടത് എന്നൊരു പാഠം ഒരാളുടെ അസാന്നിധ്യത്തിലും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ആരെയും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അതിന് മുമ്പും ഏറ്റെടുത്തിട്ടില്ല, അതിന് ശേഷവും ഏറ്റെടുക്കില്ല. അദ്ദേഹമായിട്ട് ആർക്കും ഒരു താരതമ്യമില്ല. കാരണം ഒരു ആവശ്യങ്ങൾ വരുമ്പോഴോ ഒരു പദവിയിലിരിക്കുമ്പോഴോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രം ജനങ്ങൾ ഓർത്തിരുന്ന ഒരാളല്ലല്ലോ. രാവും പകലും ഇല്ലാതെ ജീവിതം മുഴുവൻ ജനങ്ങൾ എന്ന് പറഞ്ഞ് നീക്കി വെച്ച ഒരാളല്ല. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരുടെയൊക്കെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും ഒന്നാമത്തെ ഉത്തരവാദിത്തം സാറിനുള്ളതാണല്ലോ. ഇപ്പം ഞാൻ കടന്നു വരുന്ന ഒരു പ്രദേശത്തു നിന്ന് ഒരാൾക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് എങ്ങനെ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ അതൊരു വലിയ മേൽവിലാസമാണ്. ഉമ്മൻചാണ്ടി സാറ് എനിക്ക് 2014 ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അന്ന് എനിക്ക് സൈക്കിളാണ്. ആ സൈക്കിളെ ഒട്ടി ഞാൻ അവിടെ ചെല്ലുകയും ചെന്ന് 2 പോലീസുകാർ എന്നെ തടഞ്ഞു പോകാൻ പറ്റിയതെന്ന് പറഞ്ഞു. ഇത് ഉമ്മൻചാണ്ടി സാറ് കണ്ടു വിളിച്ചു, ആ മക്കളെ ഇങ്ങോട്ട് കയറ്റിവിട് എന്ന് പറഞ്ഞു. അന്ന് ഇതുപോലെ തന്നെ സൈക്കിൾ വെച്ചിട്ട് ഇങ്ങനെയാണല്ലേ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണല്ലേ? ആ, എനിക്ക് കല്ല് വഴി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാ. ഉമ്മൻചാണ്ടി സാറ് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാം നല്ല ഉപകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര കാര്യവും ഞങ്ങളുടെ ഈ കൊറോണ സമയത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളെല്ലാം സന്ദർശിക്കുകയും ഞങ്ങളുടെ പിള്ളേർക്കെല്ലാം സഹായങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പോണും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിട്ട് രാവിലെ ഓട്ടോ പിടിച്ചു വന്നതാ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലത് ഒന്നും ഇവിടെ കണ്ടാലും എത്രയും തൊട്ടടുത്ത് പോയി നിന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ നല്ല മനുഷ്യനായിരുന്നു മനുഷ്യൻ. ഞാൻ വാർത്താനുകാരനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആണ് ചങ്ങനാശ്ശേരി SB കോളേജിൽ. ഞങ്ങൾ 63 KSU പുളി തളിക്കൽ ഞാൻ പുറകിൽ നടന്നു. ആ ഒരു മരിക്കുന്നതിന് ഒരു 6 മാസം മുമ്പ് കണ്ടത്, പിന്നെ കണ്ടിട്ടില്ല. അതിനുശേഷം പിന്നെ അങ്ങനെ ബാംഗ്ലൂരിലായിരുന്നു, പറയാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇനി 23ാമത്തെ പ്രാവശ്യം ഇപ്പം ഞാൻ ഇവിടെ വരും. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിനും സ്നേഹിക്കാൻ മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹം എന്റെ വൈഫൊരു പാർട്ടി വഴക്കടന്ന് കൈയൊടിയും ആ സമയത്ത് മഞ്ജുസാർ വീട്ടിൽ വരികയും ചെയ്തു. മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് ബിനീഷ് കോടിയേരി വ്യക്തിപരമായ സൌഹൃദങ്ങൾ എങ്ങനെ കാത്തുസൂക്ഷിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും കോടിയേരിയും കാണിച്ചു തന്നു എന്ന് ബിനീഷ് കോടിയേരി പറഞ്ഞു. വ്യത്യസ്ത ചേരികളിൽ നിൽക്കുമ്പോഴും രാഷ്ട്രീയ പോരാട്ടങ്ങളിലൊക്കെ നിൽക്കുമ്പോഴും
എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ഇടം പിടിക്കുക. അതായിരുന്നു ഉമ്മൻചാണ്ടി. അത് ഈ സ്ഥലത്തേക്ക്, അതായത് ഈ പള്ളിയിലേക്ക് ഒഴുകിയെത്തുന്ന ഓരോ ആളുകളെയും കാണുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവർ, ഒപ്പം തന്നെ ഒരുപാട് വേറിട്ട് ചിന്തിക്കുന്ന ആളുകളുമൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവരെയും ഒരുപോലെ അടുപ്പിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ. നമ്മളോടൊപ്പം ഉള്ളത് ബിനീഷ് കൊടിയേരിയാണ്. രാഷ്ട്രീയത്തിന്റെ പോരാട്ടങ്ങൾക്കൊക്കെ അപ്പുറമാണ് ബന്ധങ്ങൾ, അല്ലേ? സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയം ഈ മണ്ണിൽ നിലനിന്നിരുന്നു, അല്ലെ ഈ മണ്ണിൽ തന്നെ നിലനിൽക്കേണ്ടതാണ് എന്ന് ഉദാഹരണത്തിന്റെ 2 ജീവിതങ്ങളാണ് ഉമ്മൻചാണ്ടിയെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങൾ എത്രത്തോളം കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഏറ്റവും ശക്തമായി രണ്ടുപേരും പറഞ്ഞിരുന്നപ്പോൾ പോലും വ്യക്തിപരമായി എങ്ങനെ അതിന്റെ സൗഹാർദ്ദപരമായിട്ട് കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്നൊരു രാഷ്ട്രീയം കൂടിയാണ് ഉമ്മൻചാണ്ടി അങ്കിളുടേതും കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇത്രത്തോളം ജനസഞ്ചയം, ഇത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനം ഉറപ്പിക്കുന്ന ആളുകളെ വിസ്മൃതിയിലേക്ക് പോകുവാൻ വേണ്ടി ജനം സമ്മതിക്കില്ല. അപ്പം ആരെങ്കിലും ഇത്തരത്തിൽ തന്നെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെ കൊണ്ടുവന്നാലും ജനമനസ്സുകളിലുള്ള ആ ഓർമ്മകൾ വിസ്മൃതിയിലേക്ക് പോകാൻ ജനം സമ്മതിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനസഞ്ചയം, ആ ഓർമ്മകൾ. ഉമ്മൻചാണ്ടി അങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ, എന്നെപ്പോലെ തന്നെ ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് വരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതൊരു ഇമോഷണൽ ഫീലിംഗ് കൂടിയാണ് നമ്മൾ ഈ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ. അച്ഛനും ഉമ്മൻചാണ്ടി രണ്ടുപേരും 2 ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഒരു സൗഹൃദമൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാത്തു സൂക്ഷിച്ചിരുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പം ഞാൻ ജയിലിലായിരുന്ന ഒരു അവസരത്തിൽ ഉമ്മൻചാണ്ടി അങ്കിൾ വിളിച്ചുകൊണ്ടിരുന്ന എതിർജീവങ്ങളിൽ പെട്ടിരുന്ന ആളുകൾ പറഞ്ഞു, ഉമ്മൻചാണ്ടി അങ്കിൾ ഒരു 3-4 പ്രാവശ്യം അച്ഛനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു നേതാവായിരുന്നു. അപ്പം ജയിലിൽ ഞാൻ കിടന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കുടുംബമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിലേക്കൊക്കെ പറയുമ്പോൾ ഒരു വൈകാരികത എപ്പോഴും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അങ്കിളിനെ പോലെയും അച്ഛനെ പോലെയും വ്യക്തിപരമായി ഇത്രയേറെ അക്രമങ്ങൾ നേരിടേണ്ടി വന്ന 2 രാഷ്ട്രീയ നേതാക്കൾ കേരള ചരിത്രത്തിലുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴും എത്തരത്തിൽ ഈ 2 രീതിയിൽ പോകുമ്പോഴും എത്തരത്തിൽ സൗഹാർദ്ദങ്ങൾ കാത്തു സൂക്ഷിക്കാം, വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാം, എതിർക്കുന്നവരെ പോലും സ്നേഹിതരാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച 2 നേതാക്കളാണ്. അമ്മയൊക്കെ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് വരാനുള്ള? സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരണമെന്നുണ്ട്. പക്ഷേ ആന്റിയുമായിട്ട് എനിക്ക് തോന്നുന്നു നിരന്തരമായി അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്, ബന്ധപ്പെടാറുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാറുണ്ട്. മറിയ അമ്മയായിട്ട് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളും ആ ബന്ധം കാത്തു സൂക്ഷിക്കാനാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ചാണ്ടിയും ഞാനുമായിട്ട് മിക്കവാറും കാണുന്ന ഒരവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെയാണല്ലോ ഞാനിവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭരണരംഗത്ത് വ്യത്യസ്ത ഇടങ്ങളിൽ നിൽക്കുമ്പോഴും ഇവരൊക്കെ തമ്മിൽ സൂക്ഷിച്ചിരുന്ന ഒരു മാനസിക അടുപ്പത്തിന്റെയൊക്കെ തെളിവാണ് ബിനീഷ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. താൻ ജയിലിൽ കടന്ന സമയത്ത് വീട് ഏറ്റവും അധികം പ്രതിസന്ധി അനുഭവിക്കുന്ന കാലത്തുമൊക്കെ ആ കുടുംബത്തിന് പിന്തുണയുമായി വാക്കുകളാലും ഒപ്പം തന്നെ മറ്റു സഹായങ്ങളും ഒക്കെയായി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹം തന്നെയാണ് തന്നെ ഇവിടേക്ക് എത്തിച്ചതെന്നുമാണ് ബിനീഷ് കൊടിയേരി പറയുന്നത്. ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം കോട്ടയത്ത് നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിഴിഞ്ഞം പദ്ധതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് മുഖ്യമന്ത്രി പരാമർശിക്കാതിരുന്നത് കൊടും തെറ്റെന്ന് രമേശ് ചെന്നിത്തല. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിന്റെ ജാള്യത കൊണ്ടാണ് മുഖ്യമന്ത്രി പേര് പരാമർശിക്കാതിരുന്നത്. ഉമ്മൻചാണ്ടി ഫൌണ്ടേഷന്റെ ഉദ്ഘാടകനായി മുഖ്യമന്ത്രിയെ കുടുംബം ക്ഷണിച്ചതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല. ഇക്കാര്യത്തിൽ കോൺഗ്രസ് കാട്ടുന്ന മര്യാദ സിപിഎമ്മുകാർക്ക് ഇങ്ങോട്ടില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. ഉമ്മൻചാണ്ടി എന്ന നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രിയാണ് ഓപ്പറേഷൻ അനന്ത എന്ന വിജയകരമായ പദ്ധതിയുടെ മുഖ്യ അവകാശിയെന്ന് മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ. കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരെ വിശ്വസിച്ച് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്ന ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും ജിജി തോംസൺ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ MS വല്യത്താൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ആദ്യ ഡയറക്ടറാണ്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VCയുമായിരുന്നു. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസിന്റെ ചെയർമാനായിരുന്നു. ആയുർവേദത്തിലും ഗവേഷണം നടത്തിയിട്ടുണ്ട്. പത്മവിഭൂഷൺ ഉൾപ്പെടെ നിരവധി ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഡോക്ടർ MS വല്യത്താൻ ലോകത്തിന്റെ ഹൃദയതാളത്തിന്റെ കാവലാൾ, കേരളത്തിന്റെയും മലയാളിയുടെയും അഭിമാനമായി വളർന്ന മഹാമലയാളി ഭിഷഗ്വരൻ. ലോകത്തിന് കേരളം സമ്മാനിച്ച അതുല്യ പ്രതിഭയായി അദ്ദേഹം വിടവാങ്ങുമ്പോൾ മഹാഭിഷഗ്വരൻ എന്നല്ലാതെ മറ്റൊരു വിശേഷണമില്ല. മാവേലിക്കരയിലെ സർക്കാർ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി
ഉന്നത പഠനത്തിനു വേണ്ടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS ബിരുദം നേടി. വിദേശത്തേക്കുള്ള യാത്ര ഹൃദ്രോഗ ചികിത്സയിൽ ഉന്നത പഠനത്തിനും പരിശീലനത്തിനും വേണ്ടിയായിരുന്നു. ജോൺ ഹോപ്കിൻസ് അടക്കമുള്ള ലോക പ്രശസ്ത സ്ഥാപനങ്ങളിലെ പഠനവും പരിശീലനവും ഡോക്ടർ വല്യത്താനെ സമാനതകളില്ലാത്ത ഹൃദ്രോഗ വിദഗ്ധനാക്കി. പക്ഷേ വിദേശത്തല്ല തന്റെ സേവനം വേണ്ടതെന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1972 സഹപാഠികളും സഹപ്രവർത്തകരും മണ്ടൻ തീരുമാനമെന്ന് പറഞ്ഞതെല്ലാം വകവയ്ക്കാതെ വല്യത്താൻ നാട്ടിലേക്ക് മടങ്ങി. മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോന്റെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്തെ ശ്രീചിത്ര സെന്ററിനെ ലോകമറിയപ്പെടുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആക്കി വളർത്തി. 2 പതിറ്റാണ്ടോളമാണ് ഡോക്ടർ വല്യത്താൻ തന്റെ ജീവിതം ശ്രീചിത്രയ്ക്കായി സമർപ്പിച്ചത്. നിരവധി പരീക്ഷണങ്ങൾക്കൊടുവിൽ കൃത്രിമ ഹൃദയവാൽവുകൾ വികസിപ്പിച്ചത് ലക്ഷക്കണക്കിന് പേർക്ക് പുതുജീവൻ നൽകി. ആയുർവേദവും ആധുനിക വൈദ്യശാസ്ത്രവും ഒന്നിച്ചു പോകേണ്ടതാണെന്ന സന്ദേശവും ചിന്തയും ഡോക്ടർ വല്യത്താന്റേതാണ്. ആയുർവേദ ബയോളജി എന്ന ചിന്താധാരയായി ഇത് പിന്നീട് ലോകം അംഗീകരിച്ചു. ശ്രീചിത്രയിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആയിരുന്നു ഡോക്ടർ വല്യത്താന്റെ അടുത്ത തട്ടകം. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ VC-യായി തുടക്കമിട്ട അദ്ദേഹം ശിഷ്ടജീവിതം ചെലവഴിച്ചതും അവിടെയായിരുന്നു. വിടവാങ്ങുമ്പോൾ മലയാളിക്കും കേരളത്തിനും മാനവരാശിക്കും ജീവിതത്തിന്റെ കാവലാളെയാണ് നഷ്ടമാകുന്നത്. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18. ഡോക്ടർ MS വല്യത്താന്റെ മരണത്തിൽ അനുശോചിച്ച മുഖ്യമന്ത്രി. വൈദ്യശാസ്ത്ര ലോകത്തിന് കേരളം നൽകിയ മഹത്തായ സംഭാവനയാണ് ഡോക്ടർ MS വല്യത്താനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗതവും ആധുനികവുമായ വൈദ്യശാസ്ത്ര ചികിത്സാ സമ്പ്രദായങ്ങളെ അദ്ദേഹം സമന്വയിപ്പിച്ചു. ഡിസ്പോസിബിൾ ബ്ലഡ് ബാഗ്, തദ്ദേശീയമായി കുറഞ്ഞ ചെലവിൽ ഹൃദയവാൽവ് എന്നിവ വികസിപ്പിക്കുന്നതിലും പങ്കുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഡോക്ടർ MS വല്യത്താന്റെ മരണത്തിൽ പ്രതിപക്ഷ നേതാവും അനുശോചിച്ചു. ഡോക്ടർ വല്യത്താൻ തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും അഭിമാന സ്ഥാപനമാക്കി മാറ്റി. ശ്രീചിത്രയിൽ വികസിപ്പിച്ച കൃത്രിമ ഹൃദയവാൽവ് 1,00,000-ലധികം രോഗികൾക്കാണ് പുതുജീവൻ പകർന്നത്. ഡോക്ടർ വല്യത്താന്റെ ശ്രമഫലമായാണ് രക്തബാഗുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യാനും ശ്രീചിത്രയ്ക്ക് സാധിച്ചതെന്നും VD സതീശൻ ഓർത്തു. കുഫോസ് VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റിക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. ചാൻസലറുടെ ഉത്തരവിലുള്ള എല്ലാ തുടർ നടപടികളും 1 മാസത്തേക്ക് തടഞ്ഞു. സെർച്ച് കമ്മിറ്റി നടപടിക്രമങ്ങൾ നിർത്തിവെക്കാനാവില്ലെന്ന് ചാൻസലർ കോടതിയെ അറിയിച്ചു. ചാൻസലറുടെ അഭിഭാഷകന്റെ മറുപടിയെ തുടർന്നാണ് ഹൈക്കോടതി നടപടി. CN പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. പ്രകാശ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേരള ഫിഷറീസ് സർവകലാശാല കുഫോസ് VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് ഹൈക്കോടതി ഇപ്പോൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. സർവകലാശാല പ്രതിനിധി ഇല്ലാതെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത്. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്കുള്ള അധികാരം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ രണ്ടാഴ്ചക്കകം മറുപടി നൽകാനും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി തീർപ്പാക്കുന്നവരെ സെർച്ച് കമ്മിറ്റിയുടെ തുടർ നടപടികൾ നിർത്തിവെക്കുമെന്ന് ചാൻസലറുടെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചു. ശരി, CN പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം സെർച്ച് കമ്മിറ്റി രൂപീകരണത്തിൽ ഗവർണർക്കെതിരെ ഹൈക്കോടതിയുടെ പരാമർശമുണ്ടായി. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് എന്ത് അധികാരമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. സെർച്ച് കമ്മിറ്റിയുടെ നടപടികൾ നിർത്തിവെക്കുമെന്ന് ചാൻസലറുടെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുകയും ചെയ്തു. കർണാടക സർക്കാരിന്റെ കന്നഡ സംവരണ ബില്ലിനെതിരെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. തീരുമാനം കർണാടകത്തിന്റെ ഭാവിക്ക് തന്നെ ദോഷം ചെയ്യും. ബംഗളൂരുവിൽ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് ജോലി ചെയ്യുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കർണാടകത്തിലെ പ്രാദേശിക സംവരണത്തിനെതിരെയാണ്, തൊഴിൽ സംവരണത്തിനെതിരെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനെയും തന്നെ തള്ളിയാണ് ചെന്നിത്തലയുടെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തത്. കാരണം ഇത് കർണാടകത്തെ ഭാവിയിലെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് കൂടിയാലോചനകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് പോലെ ഒരു ദേശീയ പാർട്ടിക്ക് ഇത്തരത്തിലൊരു തീരുമാനം അവർക്ക് എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിലവിൽ ആ ഒരു ബില്ല് അത് മരവിപ്പിക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കർണാടക സർക്കാർ കടന്നിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഇത് സംബന്ധിച്ച് കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്ത അത്തരം ബില്ലുകൾ വരുന്നത്, നിയമങ്ങൾ വരുന്നത് ആ സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാണ്. കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ
ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു IT ഹബ്ബാണ്. കർണാടക എന്ന് പറയുന്നത് അതിവികസിത സാധ്യതയുള്ള ഒരു സംസ്ഥാനവുമാണ്. അപ്പൊ ആ സംസ്ഥാനത്തിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും അവിടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒരു സംസ്ഥാനവും അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല. അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം പ്രിഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല. പക്ഷെ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാർ കൂടി ഇതിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഇത് നിയമപരമായി നിലനിൽക്കില്ല. കാരണം മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ബാംഗ്ലൂർ അടക്കമുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഈ ഒരു നിയമം കൊണ്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകണമെന്നുള്ള അഭിപ്രായമാണ് മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ളവർ സർക്കാർ തലത്തിൽ നിന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് പുറമെ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരൻ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും പൂർണ്ണമായും കോൺഗ്രസിന്റെ നിലപാട്, കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഈ ഒരു സംവരണവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് അത് ഒരു തരത്തിലും ഭൂഷണമല്ല. കാരണം ഭാവിയിൽ തന്നെ അത് വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെ വലിയ രീതിയിൽ അത് ബാധിക്കുകയും ചെയ്യും. മുന്നോട്ടുള്ള നീക്കത്തിൽ പോലും വലിയ രീതിയിൽ തിരിച്ചടിയാകുമെന്നുള്ള അഭിപ്രായം കൂടിയാണ് രമേശ് ചെന്നിത്തല പങ്കുവെക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിലവിൽ മരവിപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് സ്വാഗതാർഹമാണ്. എന്തായാലും കൂടിയാലോചനകൾ നടത്തി മറ്റു തീരുമാനത്തിലേക്ക് കടക്കുമെന്ന് കൂടിയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെക്കുന്നത്. എന്തായാലും വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രീതിയിൽ എതിർപ്പുണ്ട്. നാനാഭാഗത്ത് നിന്ന് ഈ ഒരു തീരുമാനത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്, വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനിടെ കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വയനാട്ടിൽ നടക്കുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ പങ്കെടുക്കാത്തത് മനഃപൂർവ്വമെന്ന് K മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പാർട്ടി തോറ്റ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് പോകാത്തത്. സമ്മേളനത്തിൽ തനിക്കെതിരെ സംസാരിച്ചിട്ടില്ലെന്ന് TN പ്രതാപൻ ഫോണിലൂടെ അറിയിച്ചു. പാർട്ടി പുറത്താക്കിയാലും കോൺഗ്രസിനെ ഉപേക്ഷിക്കില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. ഞാൻ ഈ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇനി തൃശ്ശൂരിട്ട് ചർച്ച ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. പറയുമ്പോൾ എന്നെ KPC പ്രസിഡന്റ് നേരിട്ട് വിളിച്ചു, ദീവാദാസ് വിളിച്ചിരുന്നു. പക്ഷേ ഇത് തൃശ്ശൂർ ചർച്ചയാക്കി വീണ്ടും ഒരു ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ അസംബ്ലി ഇലക്ഷന്റെ ഒക്കെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞുപോയൊരു സബ്ജക്റ്റ് എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഞാൻ മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നത്. പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയാൽ പോലും ഞാൻ പാർട്ടി വിടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമെന്നും K മുരളീധരൻ പറഞ്ഞു. K സുധാകരന് കണ്ണൂരും ചെന്നിത്തലയ്ക്ക് കോഴിക്കോടും നൽകിയത് നല്ല തീരുമാനം. ഓരോയിടത്തും നേതാക്കൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഇങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു. ഞാൻ പറയുന്നത് അത് നല്ല തീരുമാനമാണ്. ദേശീയ നേതാക്കന്മാർ അതായത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. രമേശിന് ഇവിടെ കൊടുത്തതും അതുപോലെ സുധാകരൻ കണ്ണൂരിന് നോക്കാൻ പറഞ്ഞത് ഇതാണ് ശരിക്കും വേണ്ട ഒരു പാറ്റേൺ എന്ന് പറയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിക്കില്ല. അപ്പോൾ ഇന്നലെ എടുത്തതിൽ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. കൂടോത്ര വിവാദത്തെ പരിഹസിച്ച K മുരളീധരൻ തനിക്കെതിരെയും കൂടോത്രം വെച്ചിട്ടുണ്ടാകും, അത് പുറത്തുനിന്നുള്ളവരാകില്ല. ആർക്കെതിരെയാണോ കൂടോത്രം വെച്ചത് അവർക്ക് നല്ല കാലം വരുമെന്നാണ് അതിൽ വിശ്വസിക്കുന്നവർ പറയുന്നത്. എന്നാൽ തനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്നും ഈ നൂറ്റാണ്ടിൽ എന്ത് കൂടോത്ര വിവാദമെന്നും അദ്ദേഹം ചോദിച്ചു. ഈ പറഞ്ഞ പോലെ കൂടോത്ര വിവാദം, കക്കരി വിവാദം ഒക്കെ എന്തായാലും ഈ നൂറ്റാണ്ടിൽ എന്ത് കൂടോത്രം. മാത്രമല്ല ഈ കൂടോത്രത്തിന് ദോഷമുണ്ട് കേട്ടോ. പറയുന്നതാണ് വിശ്വാസികൾ പറയുന്നത്. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്ന ആളുകൾ ഞാൻ നോക്കുകയാണ്. അപ്പൊ വീടിന്റെ കാര്യം മാത്രമല്ല എവിടെയൊക്കെ കുറിച്ചിട്ടാണ് എനിക്കറിയുന്നത്. എനിക്കെതിരായിട്ട് എന്തായാലും കൂടോത്ര സാധനങ്ങൾ എനിക്കെതിരായിട്ട് എന്തായാലും ഉണ്ടാവും. അത് ബാക്കിയുള്ളവരൊന്നല്ല വെച്ച് നമ്മളൊക്കെ എനിക്ക് വെക്കും. അതിനൊന്നും ആൾക്കാർ ഞാൻ ഒരു പ്രാധാന്യം കൊടുക്കുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ശക്തമായി തന്ത്രങ്ങൾ മെനയുകയാണ് വയനാട്ടിലെ കോൺക്ലേവിൽ കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേട്ടത്തിൽ പാർട്ടിക്ക് അമിത ആത്മവിശ്വാസം വേണ്ടെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. K മുരളീധരനെതിരെ TN പ്രതാപൻ നടത്തിയതായി പറയുന്ന വിമർശനവും യോഗം ചർച്ച ചെയ്തു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിന്റെ ചിന്തൻ ശിബിരിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അടക്കം സജീവമായി നേതൃത്വം ചർച്ച ചെയ്തത്. സ്വാഭാവികമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ നേട്ടത്തിൽ മതിമറന്നങ്ങ് ആഹ്ലാദിക്കേണ്ടതില്ലെന്നും അതേ ശൈലി ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനും തദ്ദേശ തെരഞ്ഞെടുപ്പിനും വേണ്ടി പ്രത്യേക കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകണമെന്നുമാണ്
AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ യോഗത്തിൽ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് നിലവിലത്തെ ശൈലിയിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടാക്കിയതിന് പിന്നിൽ സംഘടനാ തലത്തിലുണ്ടായ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചുവെന്നത് കോൺഗ്രസ് നേരത്തെ തന്നെ വിലയിരുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ആ ശൈലിയിൽ മുമ്പോട്ട് പോയാൽ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാനാവില്ല. അതിന് ബൂത്ത് തലം മുതൽ പ്രത്യേക കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകണം. സംഘടനാ തലത്തിൽ അതിന് അനിവാര്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. നേതാക്കൾ ഇരുദിശയിൽ പോകാൻ പാടില്ല. ഒറ്റക്കെട്ടായി തന്നെയായിരിക്കണം മുമ്പോട്ട് പോകേണ്ടത്. അതോടൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം മിഷൻ 2025 രൂപം നൽകിക്കൊണ്ട് KPCCയുടെ നേതൃത്വത്തിൽ KPCC നേതൃത്വം നൽകുന്ന കർമ്മ പരിപാടികളും UDFന്റെ നേതൃത്വത്തിൽ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന പ്രത്യേക കർമ്മ പദ്ധതികളും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തയ്യാറാക്കും. അതിനിടയിലാണ് TN പ്രതാപൻ തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരനെതിരെ പരോക്ഷ വിമർശനം ഉന്നയിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ പ്രചരിച്ചത്. പക്ഷേ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് TN പ്രതാപൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അതായത് ജയിക്കുമ്പോൾ മാത്രം അത് സ്ഥാനാർത്ഥിയുടെ മികവും തോൽക്കുമ്പോൾ അത് പാർട്ടിയുടെ കുറ്റവുമാണ് എന്ന തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ല എന്ന് TN പ്രതാപൻ ക്യാമ്പിൽ അഭിപ്രായപ്പെട്ടു എന്ന് തന്നെയായിരുന്നു പ്രചരിച്ചിരുന്ന വാർത്തകൾ. പക്ഷേ അത് അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയാണ് TN പ്രതാപൻ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ക്യാമ്പിൽ നിന്ന് ഉയർന്ന ആശയങ്ങൾ അടിയന്തരമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് പ്രചാരണ വിഷയങ്ങളാക്കി തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ KPCCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘടനാ തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ഇപ്പോഴുള്ള നേതൃത്വം തന്നെ തുടരുമെന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് ചിന്തൻ ശിബിർ അവസാനിച്ചിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമ കേസിലെ പ്രതി ഏറ്റുമാനൂർ സ്വദേശി ഷെമിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിലെ പ്രതി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ആരോപണം ഉന്നയിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ P ജയരാജനുമായുള്ള സ്വാധീനം ഷെമി ഉപയോഗിച്ചെന്നാണ് ആരോപണം. ഷെമിയും ജമീലും തമ്മിൽ സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, കിലോയ്ക്ക് 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം. അപർണ കുറുപ്പ് ചേരും. ഈ പൊടിയോരങ്ങളിൽ താമസിക്കുന്ന